ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ വേണുഗോപാൽ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വേണുഗോപാൽ, സോനം വാങ്ചുക് എന്ന് പറയുന്ന പേരിനെ നമ്മളൊക്കെ ഒരു സമയത്ത് കണ്ടിരുന്നത് ഒരു നാടിൻ്റെ ഭാവിയെ മാറ്റി എഴുതുന്ന തരത്തിൽ വിപ്ലവകരമായ ചിന്തകളുള്ള ഒരു എഞ്ചിനീയർ, ആ ജോലി വിട്ട് നാടിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളെന്നൊക്കെ നിലയ്ക്കാണ്. പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു പ്രതിനായക പരിവേഷമാണിപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. അവിടെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി, അവിടെ കലാപത്തിന് കാരണമായി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ. ഒപ്പം FCRA ചട്ടം ലംഘിച്ചു എന്ന ആരോപണം. ഇന്നലെ FCRA ലൈസൻസ് റദ്ദാക്കുന്നു. ഇപ്പോൾ അദ്ദേഹം അറസ്റ്റിലുമായിരിക്കുകയാണ്. അതെ, നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രക്ഷോഭങ്ങൾ നമുക്ക് കണ്ടു നിൽക്കാൻ അങ്ങനെ കഴിയില്ല. കാരണം ഭാരതം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ നാടാണ്. ആ വൈവിധ്യങ്ങളുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഒരു ഏകീകൃതമായ ഒരു ഗവൺമെന്റും ഒരു കേന്ദ്രീകൃത ഗവൺമെന്റും നമുക്കുള്ളപ്പോൾ ആ ഗവൺമെന്റിന്റെ ചില തീരുമാനങ്ങൾ കൂടി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. സോനം വാങ്ചുകിന് പറ്റിയത് അത്തരം ഒരു അബദ്ധമാണ്. അതായത് രാഷ്ട്രമെന്ന ഒരു സിദ്ധാന്തം അദ്ദേഹം പലപ്പോഴും മറന്നുപോയി എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം വളരെ സാത്വികമായ ഒരു സമരമാണ് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ സമരത്തിന് ജനങ്ങളുടെ ഒരു ആഗ്രഹത്തിന്റെ പിന്തുണയുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതേസമയം അദ്ദേഹം കാട്ടിക്കൊണ്ടിരുന്നത് മുഴുവൻ ഈ രാഷ്ട്രത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് വിഷയങ്ങളാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടു മനസ്സിലാക്കി വരുന്നത്. പ്രധാനമായും അദ്ദേഹത്തിന്റെ സമരം സമാധാനപരമായിരുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹം ആ സമാധാനമായ സമരത്തിന് സ്വീകരിച്ചിരുന്ന പല മാർഗങ്ങളും ശരിയായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പഴയകാല ഡീലുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് വൈദേശികമായ ചിലരുടെ പിന്തുണയും അവരുടെ ചില സാമ്പത്തിക സഹായമടക്കമുള്ളവയും ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ആ എത്തിക്സിന് ചില പോറൽ വന്നിട്ടുണ്ട്. അദ്ദേഹം നടത്തിയിരുന്ന വെറും നിരാഹാര സമരമായിരുന്നില്ല, അത് ആരൊക്കെയോ അദ്ദേഹത്തിന് നിരാഹാര സമരത്തിന് പ്രേരിപ്പിച്ച് നടത്തിയതാണ് എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കുന്നത്. ലഡാക്കിനെ പോലൊരു സ്ഥലത്ത് സംസ്ഥാന പദവി നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ ജമ്മു കാശ്മീരിന് തന്നെ സംസ്ഥാന പദവി എന്തുകൊണ്ടാണ് പെട്ടെന്ന് കൊടുക്കാത്തത്? ആ പ്രദേശം എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാക്കുന്ന പല വൈദേശിക ശക്തികളുടെയും വിളനിലമാണ്. അപ്പൊ അവിടെ നമുക്ക് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമാകുന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? ശ്രീ വേണുഗോപാൽ, നമ്മുടെ നാട് ലോകത്തിന് മുന്നിൽ ഏറ്റവും പുകഴ് പെറ്റിട്ടുള്ളത് നമ്മുടെ സമര രീതികളുടെ പേരിലാണ്. ഗാന്ധിജി മുന്നോട്ട് വെച്ച നിരാഹാര സമരം അല്ലെങ്കിൽ അഹിംസാ സമരമൊക്കെയാണ് നമ്മളായിട്ട് നിലനിർത്തുന്നതല്ലോ. അപ്പോൾ സോനം വാങ്ചുക്കിനെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ളതൊരു അവിടെ സമാധാനപൂർണമായ നിരാഹാര സമരമാണ്. പക്ഷേ നമുക്കറിയാം, യുവാക്കളാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങൾ സംഘടിച്ചെത്തുമ്പോൾ അവർ പ്രക്ഷോഭത്തിലേക്ക് പോയാൽ അതിൽ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ സോനം വാങ്ചുക്കിന് മുകളിൽ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന എല്ലാ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും അതെല്ലാം അങ്ങ് അതുപോലെ വിശ്വസിക്കുകയാണോ? അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം അവിടെ എനിക്ക് ഒരു കാര്യം ബോധ്യമാണ്, ഒരു പ്രക്ഷോഭവും ഒരു വലിയ പ്രിപ്പറേഷൻ ഇല്ലാതെ നടക്കില്ല. നാം പറയുന്ന നേപ്പാളിൽ നടന്ന പ്രക്ഷോഭമാവട്ടെ, ബംഗ്ലാദേശിൽ നടന്ന പ്രക്ഷോഭമാവട്ടെ, ശ്രീലങ്കയിൽ നടന്ന പ്രക്ഷോഭമാവട്ടെ, അത് തനിയെ ഒരു പ്രക്ഷോഭം അങ്ങനെ ഉണ്ടാവില്ല. ഉണ്ടാവാം. എങ്ങനെ ഉണ്ടാവാം? നിങ്ങൾക്ക് 3 ദിവസമായി ആഹാരം കിട്ടുന്നില്ല, വീട്ടിലേക്ക് ഭക്ഷണത്തിന് ഒരു വകയുമില്ല. ജനങ്ങൾ സ്വാഭാവികമായും തെരുവിലിറങ്ങി അവൻ കണ്ടതിനെയൊക്കെ ആക്രമിച്ചെന്നിരിക്കും, എന്തും ചെയ്തെന്നിരിക്കും. ആ പ്രക്ഷോഭം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നിങ്ങളുടെ വീട് നിരന്തരമായി ഒരു സംഘം കൊള്ളക്കാർ കയറി അടിച്ച് തകർത്ത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തൊക്കെ ഇങ്ങനെ പോവുകയാണ്. ആ സന്ദർഭത്തിൽ ജനം മൊത്തം കിട്ടുന്നത് ആയുധവും എടുത്ത് ചിലപ്പോൾ വെളിയിൽ ഇറങ്ങിയിരിക്കും. അല്ലെങ്കിൽ വന്യജീവി വന്ന് നിരന്തരം ഓരോ വീടുകൾ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾ ഇറങ്ങിയിരിക്കും. പക്ഷേ ഒരു സംസ്ഥാനത്തിന് ഒരു പ്രദേശത്തിന് സംസ്ഥാന പദവി വേണമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് എന്തിനും തയ്യാറായി രാഷ്ട്രത്തിലെ മുഴുവൻ സംവിധാനങ്ങളെയും തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒക്കെ വരുന്നെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റാരോ ഉണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും കൂട്ടത്തിനും ചെയ്യാൻ സാധിക്കില്ല. ആ 70 പേരെയാണ് അവര് നിഷ്കരണം ഉപദ്രവിച്ചിരിക്കുന്നത്. അതിന് പുറമെ
എത്ര എത്ര ഇന്നലെ നടന്ന സംഭവമാണ്. ഇതിന് പുറമെ എത്ര അനിഷ്ട സംഭവങ്ങൾ അവിടെ നടന്നു. പോലീസിന് നേരെ നടത്തുന്ന അക്രമങ്ങൾ. അങ്ങനെ നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കും. കാരണം അതൊരു പ്ലാൻ ചെയ്ത് വേണ്ട രീതിയിൽ വരുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ, പോലീസിന് നേരെയുള്ള അതിക്രമങ്ങൾ. എന്തായാലും കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ നമുക്ക് ലേയിലോ ലഡാക്കിലോ ഒന്നും നമുക്കത് താങ്ങാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യസുരക്ഷ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. സോനം വാങ്ചുക്കിന്റെ അറസ്റ്റ് എങ്ങനെയാണ് അത് ജനങ്ങളിൽ പ്രതിഫലിക്കുക, അല്ലെങ്കിൽ ഈ പ്രക്ഷോഭ സാഹചര്യത്തിൽ അവിടെ പ്രതിഫലിക്കുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. വളരെ നന്ദി ശ്രീ വേണുഗോപാൽ. ഒപ്പം ശ്രീ മോഹൻ വർഗീസ് പ്രതികരിച്ചതിന്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.